ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ടോണിക്കാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരു 1.5 ആഴ്ചയായിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും നന്നായിട്ട് ബേബി ഹെയറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ നാളെ ആവട്ടെ, നാളെ തൊട്ട് ചെയ്യാം, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് മുടി കൊഴിച്ചിലും നല്ലപോലെ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ 1.5 ആഴ്ച കൊണ്ട് തന്നെ ഇത്രയും ബേബി ഹെയറാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ. അതുകൊണ്ട് ഇനി അത് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല. എല്ലാ പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ ടോണിക്കാണ് കേട്ടോ. നമ്മളിതിൽ ചേർക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ഇനി മുടിയുടെ കാര്യം മാറ്റി വയ്ക്കാണ്ട് തന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പഴയതുപോലെ വളരുന്നില്ല എന്നാണ് ചിലർക്കൊക്കെ ഒരു അഭിപ്രായം ഉണ്ട് കേട്ടോ. അത് നമ്മൾ പഴയതുപോലെ നമ്മുടെ മുടിയെ സ്നേഹിക്കാത്തതുകൊണ്ടും അതുപോലെ നമ്മുടെ മുടിയെ ശ്രദ്ധിക്കാത്തതുകൊണ്ടും കൂടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏത് പ്രായക്കാർക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു ദിവസത്തിൽ ഒരു കുറച്ച് ടൈമെങ്കിലും നമ്മുടെ മുടിക്ക് വേണ്ടി കൂടി സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ അകാലനരയും എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ നമ്മൾ കൂടി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് അത്രയും റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ടോണിക്കാണെന്നോ അല്ലെങ്കിൽ ഒരു ഹെയർ സിറമാണെന്നോ ഒക്കെ പറയാം കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എത്ര വളരാത്ത മുടിയാണെന്നുണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്താൽ നല്ലപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരാഴ്ച കൊണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ അത്രയും നല്ല റിസൾട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ഇത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ഉലുവ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉലുവ എടുത്ത് അതേപോലെ തന്നെ 1 സ്പൂൺ അളവിൽ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ ഞാനിവിടെ റോസ്മേരി ലീവ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉണക്കനെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് എപ്പോഴും എടുക്കുമ്പോഴും ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 4-5 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചിരിക്കാം. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം കേട്ടോ. അപ്പോൾ നമ്മളിത് രാത്രി തയ്യാറാക്കി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരും. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 5-6 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ആ ഉലുവയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ ഇനി അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് കുതിർന്ന് വരാനായിട്ട് വെക്കുന്ന ആ ഒരു ടൈമിൽ ഇതിൽ എത്ര വെള്ളമാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം തന്നെ ആദ്യമേ നമ്മളിത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ തേയില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പൂ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഫ്ലെയിം മാക്സിമം കുറച്ച് തന്നെ വെക്കണം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഹെയർ ഡൈ ഒക്കെ തയ്യാറാക്കുമ്പോൾ എടുക്കുന്ന ഒരു അരിപ്പയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഈ ഒരു കളറിലിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ഇതൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ആ ഉലുവയുടെയും നെല്ലിക്കയുടെയൊക്കെ സത്ത് കുറച്ചുകൂടി നമുക്ക് കിട്ടും കേട്ടോ. ഞാനിവിടെ അരിപ്പയിലാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കൈ കൊണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ഈ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം തന്നെ എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ ബേബി ഹെയറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുടി വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ നമ്മുടെ അകാല നരയൊക്കെ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ഹെയർ ടോണിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുടി വളരാൻ വേണ്ടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും ഇത് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ എപ്പോഴാണോ പറ്റിയ ടൈം ആ ഒരു ടൈമിൽ നിങ്ങളിത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ചിലർക്ക് രാവിലെ ആയിരിക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ടൈം, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും. ചിലർക്ക് കുളിക്കുന്നതിന് മുന്നേ ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് പറ്റുന്ന ടൈം എപ്പോഴാണോ ആ ഒരു ടൈമിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഏജൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുടി വളർച്ചയൊക്കെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അത് കുറച്ചൊക്കെ നമ്മൾ പഴയ പോലെ നമ്മുടെ മുടിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ടുകൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് ഒരു കുറച്ച് ടൈമെങ്കിലും നമ്മുടെ മുടിക്ക് വേണ്ടി കൂടി ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ തന്നെ വളരാനും എത്ര വലിയ മുടി കൊഴിച്ചിലാണെങ്കിലും അതൊക്കെ മാറാനും ഇതുപോലുള്ള നല്ല നല്ല ഹെയർ ടോണിക്കുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ സ്കാൽപ്പിലൊക്കെ ഈച്ചിങ്ങിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സൂളൊക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ, നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ ഒന്ന് തൊട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ഉലുവയായാലും നെല്ലിക്കയായാലും കരിഞ്ജീരകമായാലും ഇതൊക്കെ നമ്മുടെ മുടി കുറച്ചൊന്ന് ഡ്രൈ ആക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടി കുറച്ച് കൂടുതൽ ഡ്രൈ ആവാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഓയിൽ ഒന്ന് തൊട്ട് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്